നമസ്കാരം. ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും സർവ ഭക്തജനങ്ങൾക്കും 1000 നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. നമ്മുടെ കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവം ഈ 2026 മെയ് മാസം 28, 29 വേഴൻ വെള്ളി ദിവസങ്ങളിലാണ് നടക്കുന്നത്. ഇത് അറിയിക്കാനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പ് എത്തിയിരിക്കുന്നത്. ക്ഷേത്ര ചടങ്ങുകളാണ് ഏറ്റവും പ്രാധാന്യമായിട്ട് നടത്തിപ്പോരുന്നത്. 28-ാം തീയതി വ്യാഴാഴ്ച രാവിലെ ഗണപതി ഹോമം, അതേപോലെ 10 മണിക്ക് മൃത്യുഞ്ജയ ഹോമം, ബാക്കിയുള്ള ശക്തി ശുദ്ധി ക്രിയാദികൾ, വൈകുന്നേരം സുദർശന ഹോമം, ആവാഹനം, രുദ്രശുദ്ധി ക്രിയാദികൾ, അതേപോലെ ശാപകോപ ദോഷ ദുരിത നിവാരണ പൂജ കർമാദികൾ, ആവാഹനം, ഉച്ചാടനം മുതലായ കർമാദികളോടുകൂടിയാണ് 28-ാം തീയതി ക്ഷേത്ര ചടങ്ങുകൾ. 29-ാം തീയതി രാവിലെ ഗണപതി ഹോമവും പ്രതിഷ്ഠ വാർഷിക കലശ പൂജകളുണ്ട്. തന്ത്രമുഖ്യൻ ഇടമന മഠം നാരായണൻ പണ്ടാരത്തിന്റെ കാർമ്മികത്വത്തിലാണ് ഈ പ്രതിഷ്ഠ വാർഷിക കലശങ്ങൾ നടത്തുന്നത്. അങ്ങനെ താന്ത്രികപരമായിട്ടുള്ള ക്രിയാവിശേഷങ്ങൾ തന്ത്രി മുഖാന്തരവും മറ്റുള്ള കർമാദികളെല്ലാം ക്ഷേത്രത്തിലെ ആചാര്യന്മാര് നിമിത്തവും നടത്തിപ്പോരുന്നു. ഈ കർമ്മങ്ങളിൽ എല്ലാ ഭക്തജനങ്ങൾക്കും പങ്കെടുക്കാൻ പറ്റുന്ന ആൾക്കാർ പങ്കെടുക്കുകയും അവിടുത്തെ പൂജകൾക്കും അന്നദാനങ്ങൾക്കും വഴിപാടുകൾക്കും ഒക്കെ വേണ്ടിയുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് അപേക്ഷിക്കുകയാണ്. ഇതൊരു അറിയിപ്പായിട്ട് എല്ലാവരും കണക്കാക്കണം. ഒരുപാട് ലോക നന്മയ്ക്ക് പ്രാധാന്യം കൽപ്പിച്ചു കൊണ്ടുള്ള പൂജാവിധാനങ്ങളാണ് കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ നടത്തുന്നത്. ധാരാളം തറവാടുകളിലും കാവുകളിലും ക്ഷേത്രങ്ങളിലും പൂജിച്ചിരുന്ന ദേവന്മാരെയൊക്കെ കുടുംബക്കാരുപേക്ഷിച്ചിട്ട് പല രാജ്യത്തും ദേശത്തും മാറി പോവുകയും ക്ഷേത്രങ്ങൾ തകർന്ന് നശിച്ച് കുടുംബദേവന്മാരുടെ പ്രീതിക്കുറവ്, അതേപോലെ ബ്രാഹ്മണശാപം, സർപ്പശാപം, പിതൃശാപം തുടങ്ങിയ ദേവശാപകോപ ദോഷ ദുരിതാദികൾ ബാധിക്കാതിരിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ നിന്നും ഭക്തന്മാർ ക്ഷേത്രത്തിൽ സമർപ്പിച്ചിട്ടുള്ള ദേവതകൾക്കും കൂടിയുള്ള ഒരു പൂജയാണ്. അപ്പോൾ കാലഭൈരവ ക്ഷേത്രം എന്ന് പറയുന്നത് പഴയ കാലത്തെ മാന്ത്രികന്മാർ, കൊട്ടാരം ജ്യോത്സ്യന്മാർ, വൈദ്യന്മാർ, പാരമ്പര്യ ക്ഷേത്ര കലകളൊക്കെ നോക്കുന്ന ആൾക്കാർ, സിദ്ധന്മാരൊക്കെ ആണ് ഈ ക്ഷേത്രങ്ങൾ പൂജിച്ചു പോന്നിരുന്നത്. പല തരത്തിലുള്ള ശത്രുദോഷങ്ങളെ കൊണ്ടും മൃത്യുദോഷങ്ങളെ കൊണ്ടും ദേവശാപ ദുരിതങ്ങളെ കൊണ്ടും പിതൃദുരിതങ്ങളെ കൊണ്ടും സർപ്പദോഷങ്ങളെ കൊണ്ടും ഒരുപാട് മാനസികമായിട്ടും സാമ്പത്തികപരമായിട്ടും ശാരീരികപരമായിട്ടുമൊക്കെയുള്ള അസ്വസ്ഥതകൾ ഉള്ളവർക്ക് അവരുടെ ദോഷം തീർത്ത് ഇവിടെ നിലനിർത്തിയിട്ടുള്ള ധാരാളം ഒട്ടനവധി കുടുംബ ദേവന്മാരുടെയും അതേപോലെ പിതൃക്കളുടെയൊക്കെ ചൈതന്യം കൊണ്ട് സമ്പൂർണപരമായ സാന്നിധ്യം ചൊരിയുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ നടത്തുന്ന സാധാരണ ഒരു ദേവന് നടത്തുന്ന കലശം കൊണ്ടല്ല, എല്ലാ ദേവീ ദേവന്മാർക്കും പ്രത്യേക പൂജകൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഗണപതിയുണ്ട്, ശാസ്താവുണ്ട്, ശ്രീ മുരുകസ്വാമിയുണ്ട്, ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ, ശിവൻ 3 ഭാവത്തിലുണ്ട്, മഹാമൃത്യുഞ്ജയനായിട്ടുണ്ട്. സർവ വിദ്യകളും പറഞ്ഞു കൊടുക്കുന്ന ദേവന്മാർ പൂജിക്കുന്ന, അതേപോലെ അസുരന്മാർക്കും ദേവന്മാർക്കും എല്ലാവർക്കും വിദ്യ ഉപദേശിച്ചു കൊടുക്കുന്ന ആ ദേവതയായിരിക്കുന്ന ദക്ഷിണാമൂർത്തി ശിവഭഗവാനുണ്ട്. വൈദ്യം, ജ്യോതിഷം, മന്ത്രശാസ്ത്രം, തന്ത്രശാസ്ത്രം, വാനശാസ്ത്രം സർവശാസ്ത്രങ്ങളും അടങ്ങിയിരിക്കുന്ന ശക്തികലയാണ് ദക്ഷിണാമൂർത്തിക്കുള്ളത്. ദക്ഷിണാമൂർത്തിയിൽ നിന്നാണ് നമുക്ക് വേണ്ട വിജ്ഞാനങ്ങൾ, ശാസ്ത്രതത്വങ്ങൾ, നിയമങ്ങൾ, എല്ലാ പ്രകൃതി കാണുന്ന സർവചരാചരങ്ങൾക്കും കിട്ടുന്ന അറിവുകൾ ഒക്കെ ദക്ഷിണാമൂർത്തി പ്രദാനം ചെയ്യുന്നതാണ്. ശരവാമൂർത്തി കൊണ്ട് സർവശത്രു മൃത്യു ദോഷങ്ങളെയും മാറ്റുന്നതാണ് ശരവാമൂർത്തി. പിന്നെ കാലഭൈരവനുണ്ട്, ശനിദോഷങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടി
കാലൻ്റെ കാലനാണ് കാലഭൈരവൻ. അപ്പോൾ നമുക്ക് ആ ദോഷങ്ങളുള്ളത് അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ, കുടുംബദോഷങ്ങളെ കൊണ്ടുള്ള അകാല മരണങ്ങൾ, ശത്രു മൃത്യുദോഷങ്ങളൊക്കെ മാറ്റുന്ന തരത്തിലുള്ള പരിഹാര ക്രിയാദികൾ രാജ്യം ഭരിക്കുന്ന രാജാവിനും പ്രജകൾക്കും ചരാചരങ്ങൾക്കും ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും എല്ലാ ജീവികൾക്കും ഒരുപോലെ ഗുണങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ന ന്യായേണ മാർഗേണ മഹീ മഹീശ ഗോ ബ്രാഹ്മണഭ്യാഹ സുഖമസ്തു നിത്യം ലോകസമസ്ത സുഖിനോ ഭവന്തു. അപ്പോൾ നമുക്ക് സ്വസ്തി പ്രജാഭ്യ സ്വസ്ഥതയോടുകൂടി പ്രജകളെ ഭരിക്കുന്ന പ്രജാപതികളായിരിക്കുന്ന രാജാക്കന്മാർക്കും സ്വസ്തി പ്രജാഭ്യ പരിപാലയൻ്റെ രാജാക്കന്മാർ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അധികാരികൾ രാജ്യത്തെ നയിക്കുന്ന വലിയ പ്രമുഖ വ്യക്തികൾ, അത് അധികാരമുള്ളവരും ഉണ്ട്, അധികാരമില്ലാത്ത സമുദായ നേതൃത്വമുള്ള പല വിഭാഗ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ഒക്കെ ആത്മീക ഗുരുക്കന്മാരായിട്ട് അവരെ നേർവഴിക്ക് നയിക്കുന്ന നല്ല ഗുരുത്വം ഉള്ള ഗുരുക്കന്മാർക്കും ന്യായേണ മാർഗേണ മഹീം മഹീശാഹ ന്യായത്തോടു കൂടിയും നല്ല മാർഗത്തോടു കൂടിയും രാജ്യം ഭരിക്കുന്ന ജനങ്ങൾക്ക് നല്ല ഉപദേശവും സഹായവും ചെയ്യുന്ന മഹി എന്ന് വെച്ചാൽ ഭൂമിയുടെ ഭരിക്കുന്ന രാജാക്കന്മാർക്കും ഗോ ബ്രാഹ്മണഭ്യാഹ ഗോക്കൾ പശുക്കൾക്കും അതേപോലെ ജീവജന്തുക്കൾക്കും ബ്രാഹ്മണർ എന്ന് വെച്ചാൽ ബ്രഹ്മജ്ഞാനീതു ബ്രാഹ്മണഹ എന്നാണ്. ബ്രഹ്മത്തെ അറിയുന്ന എല്ലാവരും ബ്രാഹ്മണരാണ്. അത് എല്ലാ മതങ്ങളുടെയും വേദങ്ങളുടെയും പുരാണങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും ഗ്രന്ഥത്തിൻ്റെയും അതേപോലെ നമ്മുടെ ഭാഗവതം രാമായണം ഭഗവത്ഗീത മുതലായിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ ആചാര്യന്മാർ, ഖുറാൻ നബിയുടെ കാര്യങ്ങൾ, അതേപോലെ നമ്മൾ ക്രിസ്തു മതപരമായിട്ടുള്ള ബൈബിളുകൾ, ഇതിലൊക്കെ പറയുന്നതും പഠിപ്പിക്കുന്നതും ജനസമൂഹത്തിന് നല്ലത് വരുത്തുന്ന ആചാര്യന്മാർക്കും മഹീശന്മാർക്കും ഗോബ്രാഹ്മണഭ്യാഹ അങ്ങനെ ബ്രാഹ്മണത്വമുള്ള ദൈവീകത്വമുള്ള ജനങ്ങൾക്ക് വേണ്ടി നല്ല പ്രാർത്ഥന, ജപം, തപം, ഉപദേശം ഇതൊക്കെ ചെയ്യുന്ന മാന്ത്രികൻ, താന്ത്രികൻ, പൂജാരി, തന്ത്രി, ഉസ്താദ്, പള്ളിയിലച്ചന്മാർക്കും ഒക്കെ വേണ്ടിയും അതേപോലെ ലോകസമസ്ത സുഖിനോ ഭവന്തു സമസ്ത ലോകത്ത് ഉള്ളവർക്കും സുഖനന്മകൾ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഈ പൂജകളും കർമ്മങ്ങളും ചെയ്യുന്നത്. ഭാരതം ഒരു ഹൈന്ദവ രാജ്യമാണ്. ഇപ്പം എല്ലാ ഭാരതത്തിലുള്ളവരും ഹിന്ദുക്കളാണ്, അല്ലെങ്കിൽ നമ്മളെ ആത്മീകവും ദൈവികവും സ്വീകരിച്ചിട്ടുള്ളവരാണ്. വിദേശത്ത് വന്നവരും ഭാരതത്തിലുള്ള രാജാക്കന്മാരാണ്. സ്ഥലങ്ങളും സൗകര്യങ്ങളും എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി എല്ലാ മതത്തെയും സ്നേഹിച്ച് നല്ല രീതിയിൽ ആക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള ഉപദേശങ്ങളും സഹായങ്ങളും നിർദ്ദേശങ്ങളും പരസ്പര സ്നേഹങ്ങളും നിലനിർത്തി ഈ ലോകത്തിനെ എല്ലാവരും നയിക്കണം. അവിടെ ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ രാഷ്ട്രീയത്തിൻ്റെ പേരിലോ വർണ്ണ വിവേചനത്തിൻ്റെ പേരിലോ ഒന്നും നമ്മൾ എതിർക്കാനോ വഴക്കൂടാനോ പോകരുത്. നമ്മളെല്ലാവരും ഭാരതീയരും അതേപോലെ ലോകത്തുള്ള എല്ലാവരും നമ്മുടെ സഹോദരങ്ങളും ബന്ധുമിത്രാദികളാണ്. ഈ ലോകമെല്ലാം നമുക്കുള്ളതാണ്, ലോകത്തുള്ളവരെല്ലാം നമ്മുടെ ആൾക്കാരാണ് എന്നുള്ളത് സ്മരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പൂജകളും വഴിപാടുകളും ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ ഭക്തജനങ്ങളും നമുക്ക് വാട്സപ്പിൽ മെസ്സേജുകൾ അയയ്ക്കുക. ഈ ഭഗവാന്റെ അനുഗ്രഹങ്ങളും ക്ഷേത്രത്തിൻ്റെ വളർച്ചയും ഉയർച്ചയും നിങ്ങളുടെയും വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും പുരോഗതിക്കും 7 തലമുറയോളം നശിക്കുന്ന തരത്തിലുള്ള ദുരിതങ്ങൾ മാറി അടുത്ത 7 തലമുറ നല്ലത് വരുന്നതിനുള്ള അവസരം തീർച്ചയായിട്ടും ഉണ്ടാകും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹര ഹര മഹാദേവ കാലഭൈരവ രക്ഷതു.